ഇന്ന് നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. പതിവില്ലാത്തൊരാൾ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ എൻ്റെ വകയാന്നൊക്കെ പറഞ്ഞ് ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും കഴിക്കണം. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു സ്പെഷ്യലാണ്, ടേസ്റ്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പം ഞാൻ മക്കളുടെ കൂടെ പോയിരുന്നു കേട്ടോ. ഇതാ മോൻ എന്താ ഭയങ്കര കളിയിലാണ്, മോളും എന്താ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ ആ കിളീനെ വധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരാൾ. അപ്പോൾ എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഒരുപാട് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ വെളുത്തുള്ളി നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഞാൻ 2-3 നന്നാക്കി അങ്ങനെ വെക്കും, കാരണം നമുക്ക് നേരം കിട്ടില്ലല്ലോ. അപ്പോൾ കുറേ നേരം കിട്ടണ സമയത്ത് ഇതൊക്കെ ശരിയാക്കി വെക്കണം എന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. ഏട്ടനാണെങ്കിൽ കുറേ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട്. അത് നല്ല നീറ്റിൽ അത് ചെറുതായി അത് ചതച്ച് അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവർക്കേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വല്ലപ്പോഴും കിച്ചണിൽ കയറുന്നവർക്കൊക്കെ നീറ്റായി ചെയ്യുന്നതിൽ വലിയ കുഴപ്പമില്ലല്ലോ. നമ്മളാണെങ്കിൽ വേഗം ചെയ്യണമല്ലോ. കുഞ്ഞു കരയും, അത് ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് പെർഫെക്ഷൻ കുറച്ചിട്ടാണല്ലോ കുക്ക് ചെയ്യുക. അപ്പം ഇവിടെ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമേ കിച്ചണിൽ കയറുള്ളൂ കേട്ടോ ഇവിടെ ഒരാൾ. അപ്പോൾ ഇതാ ബട്ടറിലാണ് കേട്ടോ ഉണ്ടാക്കണേ. കുറേ ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ നമ്മൾ തിരുമ്മി വെച്ച ചിക്കൻ അതിലേക്ക് ഇങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടുണ്ട്, ഒരു ഇത്തിരി എരിവിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ ഹണിയൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ കുറച്ച് പച്ചമുളക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ മോള് കിച്ചണിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ, അച്ഛനെ നോക്കിയിട്ട്. അച്ഛനുള്ള ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. മോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മോള് ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഒക്കെ വന്ന് നിൽക്കും. അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പീലീസും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ കുറേ തുണികൾ കൊണ്ടിട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി മടക്കി എടുത്ത് വയ്ക്കണം കേട്ടോ. എനിക്ക് തുണി മടക്കുക പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര മടിയാണ് കേട്ടോ, കാരണം കുറേ തുണികളുണ്ടാവും. അപ്പം മോൻ എന്താ പറയുക, ഇങ്ങനെ കളിക്കുന്ന സമയത്ത് കുറേ കൊണ്ടുപോയിട്ടിട്ട് അങ്ങനെ മടക്കാമെന്നൊക്കെ ആയിട്ട് വിചാരിക്കും. അപ്പോൾ മോൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഏട്ടൻ കിച്ചണിലുണ്ട്. അപ്പം നമ്മളുടെ വീണ്ടും അടുത്ത സ്റ്റെപ്പ്, ബട്ടറിലേക്ക് കുറച്ച് സോയാ സോസൊക്കെ ഒഴിച്ച് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് പിന്നെ കുറച്ച് ഹണി ഒഴിച്ച് അതിലേക്ക് പിന്നെ നമ്മുടെ വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭയങ്കര മസാലകളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ചിക്കനാണ് കേട്ടോ. ഏട്ടൻ വല്ലപ്പോഴും കയറുകയെന്ന് വെച്ചാലും കുക്ക് ചെയ്യണത് നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം ഞാൻ ടേസ്റ്റ് കുറവ്, അത് ഞാൻ പ്രഗ്നൻസി ടൈമിലാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഭയങ്കര ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞ പിന്നെ കിച്ചണിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഭാര്യമാരോടൊക്കെ ഉള്ള എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, കുക്ക് ചെയ്ത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നതാണ് കേട്ടോ. പക്ഷേ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. നല്ല വല്ലപ്പോഴും കുക്ക് ചെയ്യുള്ളൂ വെച്ചാൽ നല്ല നീറ്റിൽ നല്ല ഇതിൽ കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അന്ന് പിന്നെ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് പല ഫുഡുകളും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു പോയി. അതിൽ പിന്നെ കിച്ചണിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് കിച്ചണിൽ കയറുന്നത്. അപ്പോൾ നല്ല ഹണി ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ബ്രെഡ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വീറ്റ് ബ്രെഡാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കേട്ടോ കഴിക്കണം. അപ്പോൾ ഇവിടെ പീലീസ് കറക്റ്റായിട്ട് ടേസ്റ്റ് പറയും കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയും, ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് പറയും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ കറക്റ്റായിട്ട് പറയുമല്ലോ. അപ്പോൾ പീലീസിനോട് ആദ്യം തന്നെ ചോദിച്ചപ്പോൾ ഭയങ്കര ചൂടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈ കൊണ്ട് ഞാനൊന്ന് ഒക്കെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം കഴിച്ചോളൂ. അപ്പോൾ ചൂടും പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പീലീസ് അഭിപ്രായം പറയും കേട്ടോ. ഹണി ചിക്കൻ അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിങ്ങനെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ പീലീസ് സൂപ്പറാന്ന് പറഞ്ഞു കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ കഴിച്ചു നോക്കാം കേട്ടോ. ഏട്ടൻ സ്വന്തമായി ഉണ്ടാക്കിയത് ഏട്ടൻ കഴിച്ചു നോക്കിയിട്ട് ഏട്ടനും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. മുഖഭാവം കണ്ടില്ലേ. ഇനി ഞാൻ കഴിച്ചോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടത്.
അപ്പോൾ ബ്രെഡിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് ചിക്കൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ബ്രെഡും ചിക്കനും എനിക്കിഷ്ടമാണ് കേട്ടോ. ചപ്പാത്തിയും ചിക്കനും പൊറോട്ടയും എല്ലാം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത അങ്ങനെ പ്രത്യേകിച്ച് ഫുഡുകളൊന്നുമില്ല. ഞാൻ എല്ലാ ഫുഡുകളും ട്രൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഹണി ചിക്കൻ, ഈ ഹണി ചിക്കൻ സിമ്പിളായിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് ട്രൈ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇവിടെ കളിയിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. താങ്ക് യു.